നടക്കണേ കള്ളക്കടത്താണോ? ആ നായിക എത്തിയാ? ഇന്ന് ലേറ്റ് ആണല്ലോ. എക്സാം ഫീ അടിക്കാൻ പോയതാ. ജോലിയൊക്കെ ആയില്ലേ? ഇനി എന്താ എക്സാം? ഞാനേ ആക്ച്വലി BSc നഴ്സാ. ഓക്കെ. ഞെട്ടിയോ? ഇല്ല. ഇല്ലേ? ഡാ ഞാൻ വലിയ ഹോസ്പിറ്റലില് വലിയ നഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ട പെണ്ണാ. ഒരു 4 പേപ്പറും കൂടി കിട്ടാനുണ്ട്. ബാക്കിയെല്ലാം കിട്ടി. പക്ഷേ ഇതറിഞ്ഞൂടാത്ത അപ്പച്ചന് മാസം കാശ് അയച്ചു കൊടുക്കണം. അതിനാണ് ഈ പാർട്ട് ടൈം പരിപാടി. ഓ അപ്പൊ ഉത്തരവാദിത്തമുള്ള പെൺകുട്ടിയാണല്ലേ? അയ്യേ ഉത്തരവാദിത്തമൊന്നുമില്ല. പാസ്സായിട്ടില്ലെന്ന് അപ്പച്ചൻ അറിഞ്ഞാ വെട്ടിക്കറി അടുപ്പത്ത് വെക്കും. +2 കഴിഞ്ഞ് ജീനിയും ജോളിയും നഴ്സിംഗിന് പോകാന്ന് പറഞ്ഞപ്പോ എനിക്കും പോണെന്നും പറഞ്ഞു ഒറ്റ കരച്ചിലായിരുന്നു. മാനം കാക്കണ്ടേ? കാലൊക്കെ റെഡി ആയിട്ട് നാട്ടിൽ പോകുമ്പോ തിരുവല്ല വഴിക്കൊന്നും പോണം. അയ്യേടാ ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചേരെ. അതിനുള്ളൊക്കെ ഞാൻ പാസ്സാവും. ഇപ്പൊ വരാം. എന്തു പറ്റി? ഹലോ ഇനി എന്നെ പറ്റി മൂത്രമൊഴിക്കോ? നീ മൂത്രമൊഴിക്കടാ. മറഡോണ. ഓ എടോ സോറി എടോ. ഹലോ ഹലോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ അന്ന് വെളുപ്പിന് 3 മണിക്കല്ലേ? ആകെ ഒരു ബഹളായിരുന്നു. ഞാൻ കരുതി ഇവളെടുത്ത് വെച്ചിട്ടുണ്ടാവുന്നു, ഇവള് കരുതി ഞാനും. അങ്ങനെ കൺഫ്യൂഷൻ. കുഴപ്പമില്ല ശ്രീയേട്ടാ, ഞാനും റാംബോ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. റാംബോ ഹേയ് കുഴപ്പമൊന്നുമില്ല. നീ എങ്ങനെ ഒരാഴ്ച മാനേജ് ചെയ്തേ? ഇവള് ഒരു ദിവസം മാറിയാൽ തന്നെ എനിക്ക് ഇറിറ്റേഷനാ. വേണമെന്ന് വെച്ചൊന്ന് പുറത്തിറങ്ങാനാണോ പാട്? പിന്നെ ഞങ്ങളാ ട്രിപ്പ് പിടിച്ച് അങ്ങോട്ട് പോയി. അടച്ചിട്ടൊന്നുമില്ല. അത് ഇപ്പോഴല്ലേ, നേരത്തെ അടച്ചിട്ടൊന്നുമില്ല. നീ ജയിച്ചു. ഇനി എന്നോട് കളിക്കാനില്ല. ഞാനില്ലടാ, നിങ്ങൾ കളിച്ചാ മതി പ്ലീസ്. ഞാനില്ല ദിയ കുട്ടി, പ്ലീസ് വാ വാ കളിക്കാം. ഞങ്ങളാ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. രസമുള്ള സ്ഥലം അല്ലേ? ആ നന്നായിട്ടുണ്ട്. പോയിണ്ടോ അവിടെയൊക്കെ? ഇല്ല പോയിട്ടില്ല. ഓ ഞാൻ കളിച്ച് ശരിയാവില്ല മോളെ. ചേട്ടാ ഞാൻ നോക്കിക്കോട്ടെ. വേണ്ട മോളെ, ശരിയാവില്ല. ചെല്ലടാ, അവൾ ഇത്ര പറയണതല്ലേ? ഇല്ല ഞാൻ ചുമ്മാ ഇരിക്കണോ, രസമല്ലേ കളി. റെഡി? ഒരു ചോദ്യം കൂടി മിസ്റ്റർ കോയിക്കൽ. താങ്കൾക്കെതിരെ എതിർകക്ഷിയുടെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയകൾ വഴി വലിയൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിനാണ് നടക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? മിസ്റ്റർ ഭഗത്, ടിവിയിലൊക്കെ വരുന്നൊരു പരസ്യമുണ്ട്, താങ്കളും കണ്ടു കാണും. ഒരു ബോഡി സ്പ്രേയുടേത്. അത് വാങ്ങി ഉപയോഗിച്ചാൽ സ്ത്രീജനങ്ങൾ കെട്ടും പൊട്ടിച്ച് ആണുങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു വരും എന്നൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ അത് വാങ്ങി ഉപയോഗിച്ചവരോ അത് വെറും ഒരു പരസ്യമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? ഇത് തന്നെയാണ് എന്റെ വിശ്വാസവും. താങ്ക് യു മിസ്റ്റർ കോയിക്കൽ. ബൈ ഇലക്ഷൻ നടക്കുന്ന പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കോയിക്കൽ ചന്ദ്രശേഖരനായിരുന്നു മൈസൂരിൽ നിന്നും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇനി ഒരിടവേള. എടാ നിനക്കൊന്ന് തോറ്റു കൊടുത്തൂടെ? കുഞ്ഞല്ലേ ഇത്?
അതെങ്ങനെ തോറ്റു കൊടുക്കണേ? മത്സരമല്ലേ? കരയണ്ട സാരി. ആ പറയുക. നീ ഒന്ന് മൈസൂർ വരെ പോകണം. അവിടെ ഏതോ ഒരു ഹോസ്പിറ്റൽ അവനുണ്ട്, അരവിന്ദ്. ശരിക്കാ. ശ്രീ, അപ്പം മറഡോണയുടെ കാര്യം എങ്ങനെയാ? 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോവല്ലോ, അപ്പോൾ നമുക്ക് നോക്കാം. എന്നാലും നിസാമൊക്കെ നമ്മളെ പിന്നെ വിളിച്ചേയില്ലല്ലോ. നമ്മൾ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നില്ലേ കുറച്ച് ദിവസം. പുള്ളി വിളിച്ചു കാണും, കിട്ടാത്താവും. എനിക്കെന്തോ അങ്ങനെ ചിന്തിക്കാനേ തോന്നുന്നില്ല. നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്? നിസാമിക്കൊക്കെ നമ്മളോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ല. കെറിനോട് എൻ്റെ കാന് മൂപ്പർക്ക് ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മളെ വിളിച്ചത്. ഇവിടെ അവിടെ ഇലക്ഷൻ്റെ തിരക്കിലായിരിക്കും പുള്ളി അത് കഴിഞ്ഞ് വിളിച്ചോളും. നീ കിടന്നോ. ഇച്ചായൻ പറഞ്ഞ പോലെ മർഡോണയുടെ ഉമ്മയുടെ ഫോൺ ഡീറ്റെയിൽസ് നോക്കി. നോട്ടബിൾ ആയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ സുധിയുടെ വൈഫിൻ്റെ. ഒരാഴ്ച കൂടുമ്പോൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ ഡൺ. இந்த பசங்களை பார்த்துருக்கியா? இருந்தாலும் நீ காலையில் தான் சார் வெக்கேட் பண்ணி போனாரு. இந்த 2 பேர் இருந்ததில்ல? இல்லை சார், இவர் மட்டும்தான் இருந்தார். ஏதாவது பிரச்சனையா சார்? இல்லை, பையன் கிரிமினல். பையன் கிரிமினலா? இந்த நாகர்கோவில் கன்னிகுமாரி ஹோட்டல் ஓனர்ஸ் வாட்ஸ்அப் குரூப் அந்த மாதிரி ஏதாவது இருக்கா? இல்லை சார், அந்த மாதிரி குரூப் எல்லாம் எதுவும் இல்லை சார். ഞാൻ വിചാരിച്ചപ്പോൾ തന്നെ നമ്മൾ സുധിയെ തപ്പി ഇറങ്ങുന്നു. എങ്ങോട്ട്? ഹേയ്, അപ്പം അവനെ പിടിക്കണ്ടേ? എന്നെ പണ്ട് പോലീസ് പിടിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്നെ പിടിക്കുക എന്നുള്ള പോലീസിൻ്റെ ആവശ്യത്തിനേക്കാളും വളരെ വലുതാണല്ലോ ഒരിക്കലും പിടിക്കപ്പെടരുന്നുള്ള എൻ്റെ ആവശ്യമൊന്നും. എന്നിട്ടും അവരെന്നെ പിടിച്ചു. പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നീ ഇപ്പോൾ ഈ കാണിക്കുന്ന ആവേശമുണ്ടല്ലോ, ആ ആവേശത്തിലായിരുന്നു ഞാൻ. അവർ ഭയങ്കര കൂളുമായിരുന്നു. പിന്നെ അതൊക്കെ മനസ്സിലാക്കി വന്നപ്പോഴേക്കും റോസി എന്നെ കെട്ടി. ചേച്ചി അങ്ങോട്ട് ഒതുക്കിയെന്ന് പറഞ്ഞാൽ പോരെ? ഡാ എൻ്റെ 2 പേരെ വെട്ടുന്നതിനേക്കാൾ ചലഞ്ചാണ് 2 പേരെ പോറ്റുക എന്നുള്ളത്. നിനക്ക് പതുക്കെ മനസ്സിലാവും. പ്ലീസ് നോ പ്ലീസ്. നോ. ഓക്കെ, ഐ ആം ഗോയിങ്. ഗോയിങ്ങോ? ഡാ പ്ലീസ്. ഓക്കെ, ഓൺലി 2 minutes. Only 2 more minutes. Oh. Yesterday holiday, what program? Yesterday, I wake up early in the morning. Gina, Jolly and myself went to church for Sunday Mass. We eat breakfast. Sorry, eat a later. We had breakfast from a hotel. Then we went to Reshma's home for the function. There we had a lot What of... function? Reshma's child's... Reshma's child's... What function? പുല്ല്. ഈ ചരടിന് എന്തോടെ ഇംഗ്ലീഷ് പറയുന്നേ? ആ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഇംഗ്ലീഷ് നടപടിയുള്ള കേസല്ല, നമുക്ക് മലയാളം മതിയെന്നേ. ഹലോ, ഇംഗ്ലീഷ് പഠിക്കല്ലേ? ദാ പുള്ളിനെ സംസാരിച്ചാൽ മതി. പുള്ളിനെ കണ്ടാലറിയാം മുടിഞ്ഞ ഇംഗ്ലീഷാണെന്ന്. അയ്യോ, അതൊന്നും പറ്റൂല. നമ്മളെക്കാളും കുറച്ച് ഇംഗ്ലീഷ് അറിയാവുന്നവരോട് സംസാരിച്ചാലേ നമുക്ക് കോൺഫിഡൻസ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓഹോ. ഡാ, ഞാൻ പറഞ്ഞിട്ടില്ലേ, മണിപ്പാലിൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ക്ലോസ് ഫ്രണ്ട് അപർണ. ഓപർണ. ബംഗാളിൽ എങ്ങനെ പറയണേ? വെക്കേഷന് ഞാൻ അവളുടെ കൂടെ അവിടെ നാട്ടിൽ പോയിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടു മെട്രോ സിറ്റി ആയതുകൊണ്ട് എന്തോ കൊൽക്കട്ട എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. പിന്നെ പോയത് അവളുടെ കല്യാണത്തിനാ. എനിക്കെന്തോ അവിടെ സെറ്റിലായി കൊള്ളാവുന്നുണ്ട്. അവളിപ്പോഴും വിളിച്ചോണ്ടിരിക്കുവാ. ആ, സപ്ലൈ ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് വേണം. ഓ, ഓക്കെ. അതെ, ഞാനൊരു മെസ്സേജ് അയച്ചായിരുന്നു.
റിപ്ലൈ ഒന്നും കണ്ടില്ല. അതിന് റിപ്ലൈ ചെയ്തല്ലോ. പറഞ്ഞോണോ? ഓ ശ്രീടാ. ഇവിടെ പ്ലാസ്റ്റർ എടുത്തെങ്കിലും കുറച്ച് ദിവസത്തേക്ക് വെള്ളം നനയ്ക്കണ്ട കേട്ടോ. ആ ഓക്കെ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടി എടുക്കാൻ ബാംഗ്ലൂർക്ക് വരികയാണെങ്കിൽ അതുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? എന്തായാലും ഇത്ര ദിവസം ആയില്ലടോ. ഉമ്മച്ചിയോടൊക്കെ നാരി വിളിച്ചു പറഞ്ഞോളൂ. അല്ല മോളെ? ഓക്കെ ഏട്ടാ. ഇപ്പോൾ ലീവ് എടുത്തല്ലേ ഉള്ളൂ, ഇല്ല നാട്ടിലോട്ട് ഞങ്ങളും വന്നേനെ. നിസാം പിന്നെ നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല, പിന്നെ വിളിച്ചിട്ടില്ല. ഓ, हम तुम एक कमरे में बंद हो टाना ना 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 और चाबी खोज. ഡാ മതി മതി, അവരെ ഓടി വണ്ണം കുറച്ചോളും. നീയായിട്ട് നോക്കി ഒരിക്കൽ കാണണം എന്നില്ല. ഞാനേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ, അതിൻ്റെ ആണെന്ന് തോന്നുന്നൊരു അങ്ങനെയാണെങ്കിൽ നീ അകത്തെടുക്കുന്ന തന്നെയാ നല്ലത്. ആശേ. ആശേ. എന്താടാ? നമുക്കേ ലാൽബാഗ് പാർക്കിൽ പോയാലോ? അവിടെ ആകുമ്പോൾ നമുക്ക് നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്ന്. അയ്യാടാ മോൻ, ആദ്യം ഇവിടെ കൂടുതൽ നടന്ന് പഠിക്ക്. എന്നിട്ട് മോനെ നടത്താൻ ശരിയാന്ന് തോന്നുമ്പോ ചേച്ചി പറയാം. ആരാ? ഞാൻ മുമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് തെണ്ടിയാ ശല്യം. എന്നാ പിന്നെ നമ്പർ ബ്ലോക്ക് ചെയ്തൂടെ? ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്തതാ, പിന്നെ വേറെ നമ്പറിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. ഹോം നേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റെന്തൊക്കെയാണെന്നാ വീട്ടിലുള്ള വിചാരം. പയ്യനെങ്ങനെ കാണാൻ ചുള്ളനാണോ? 40-40 വയസ്സുണ്ട് അങ്ങർക്ക്. ഓ, പിന്നെ ആ ചേച്ചിയും പിള്ളേരും ഓർത്തിട്ടാ പോലീസ് കംപ്ലൈന്റ് ചെയ്യാത്ത. നമുക്കെന്നാ നേരിട്ട് ചെന്ന് ആളെ കണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാലോ? അയ്യോ അത് വേണ്ട. മലയാളാണോ അയാള്? അതെ. എന്നാ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കോളും. വെറുതെ പ്രശ്നമൊന്നും വേണ്ട. ഞാനും ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ. നീ അയാളെ വിളിച്ചിട്ട് നാളെ ഫ്രീ ആണെന്ന് നോക്കി. എന്നിട്ട് നീ ചോദിക്കേ. കാശിൻ്റെ കാര്യം ഓർത്തിട്ട് നീ ടെൻഷൻ അടിക്കണ്ട. കാശിൻ്റെ കാര്യത്തിലേ നീ ടെൻഷൻ അടിക്കണ്ട. നീ കുറച്ചുകൂടെ സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്തിനാ പേടിക്കുന്നേ? ഞാനല്ലേ. ഇങ്ങോട്ട് നോക്കിയേ, മൂട് കളയല്ലേ. ആരും വരില്ല, പ്ലീസ്. പെട്ടെന്ന് പോവാം പ്ലീസ്. ഇവിടൊന്നും ആരും വരില്ലെന്നേ. എവിടെ പോയി കിടന്നടോ? നീ തന്നെ കൊടുത്തില്ലേ? ഇനി നീ ഒരു 2 മിനിറ്റ് വെയിറ്റ്. ഞാനൊന്ന് കണ്ടിട്ട് വരാം. വേണ്ട, വാ നമുക്ക് പോവാം. നീ പറഞ്ഞു കേക്ക്. വാ പോവാം. വരാന്നേ.
വാടാ. സാർ പ്ലീസ് സാർ പ്ലീസ് സാർ സാർ അടയ്ക്കില്ല സോറി. അവിടെ പറക്ക്.